നമ്മൾ ഈ ദൈവ സാന്നിധ്യം ഉണ്ടായി, പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഇതൊന്നും അല്ലാത്തൊരു സാന്നിധ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് പേടിയുള്ളവർ കേൾക്കണ്ട, പേടിയില്ലാത്തവരുണ്ടെങ്കിൽ കേട്ടാൽ മതി. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വൈഫ് അവളുടെ നാട്ടിലേക്ക് ഒന്ന് പോകാനായിട്ട് ഒരുങ്ങിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഇവിടെ എഡ്മണ്ടിൽ ഒരു വീട്ടിലാണ്, ഒക്ലഹോമയിൽ. അപ്പോൾ അന്നേരം അവിടെ ആ വീട് കോൺട്രാക്റ്റ് ഞങ്ങൾ വിൽക്കാനിട്ടിട്ട് കോൺട്രാക്റ്റ് ആയിരുന്നേ. അപ്പോൾ അന്നേരം എൻ്റെ വൈഫിൻ്റെ ഫാദറിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ അതിന് ആ സമയത്ത് കുറച്ച് നാളത്തേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അവൾ പിള്ളേരെ ആയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ വീട് കോൺട്രാക്റ്റ് ആയതുകൊണ്ട് അത് വിൽക്കാനായിട്ട് ഉള്ള പ്രോസസ്സിലായിരുന്നു. അപ്പോൾ അന്നേരം പുതിയൊരു വീട് മേടിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് സാവകാശം പുതിയ വീട് നോക്കിയെടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. ആ സമയത്ത് എൻ്റെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു വീട് വന്നായിരുന്നു. അതായത് എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ഫോർക്ലോഷർ ഓപ്ഷൻ വീടുകൾ മേടിച്ച് റെനോവേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് റെൻറ്റിന് കൊടുക്കുന്ന പരിപാടിയാണ് എനിക്ക് സൈഡ് ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ അന്നേരം അങ്ങനെ ഒരു പ്രോപ്പർട്ടി എൻ്റെ കയ്യിൽ ആ സമയത്ത് വന്നു. ആ പ്രോപ്പർട്ടിയുടെ അഡ്രസ്സ് 8704 സൗത്ത് വെസ്റ്റ് 44th സർക്കിൾ, ഒക്ലഹോമ സിറ്റി. നല്ലൊരു വീട്, 3 bedroom 2 bathroom 2 car garage ഹൗസാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു വീടാണ്. അപ്പം ഞാൻ പോയി നോക്കിയപ്പം നല്ല നീറ്റായിട്ടുള്ളൊരു ചെറിയ വീട്. അപ്പം ഞാൻ ഓർത്ത് തൽക്കാലം വൈഫ് തിരിച്ച് വരുന്നവരെ അവിടെ താമസിക്കാം. അത് കഴിഞ്ഞ് അവൾ വന്നു കഴിഞ്ഞ് സാവകാശത്തിൽ വീട് നോക്കി പുതിയ വീട്ടിലോട്ട് മാറാം, പുതിയ വീട് മേടിച്ച് മാറാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പം എൻ്റെ വൈഫ് പോയതിന് ശേഷം ഞാൻ എൻ്റെ ഈ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങളിൽ കുറേ സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് ബാക്കിയെല്ലാം സ്റ്റോറേജ് വെച്ചിട്ട് ഈ വീട്ടിലോട്ട് മൂവ് ചെയ്തു. ചെന്ന ആദ്യം ദിവസം തന്നെ എൻ്റെ ആ വീടിൻ്റെ അടുത്തുള്ള ഒരു വെള്ളക്കാരൻ വീട് വൈഫുണ്ട് എന്നെ പരിചയപ്പെടാൻ വന്നപ്പം ഇങ്ങനെ ന്യൂ നെയ്ബർ വന്നപ്പം ഒന്ന് കാണാൻ വന്നാൽ പരിചയപ്പെടാൻ വന്നത്. എനിക്കതൊരു ഇതായിട്ട് തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതുവരെ അമേരിക്കയിൽ അങ്ങനെ ഒരു പതിവുള്ളതല്ല. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും പരിചയപ്പെടാൻ വരുമോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. ഏതായാലും അത് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ താമസം തുടങ്ങി. ആദ്യത്തെ ദിവസം ഞാൻ ഒരു 2:30 രാത്രി 2:30 ആയപ്പോഴത്തേക്കും ഒരു ഡ്രീം കാണുക. അതായത് ഞാനിങ്ങനെ ഒരു സ്ട്രീറ്റിൽ കൂടെ വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 2 സൈഡിലും വലിയ മരങ്ങൾ വളർന്നപ്പോൾ ആ മരങ്ങളിലെല്ലാം കുരങ്ങുകളിരിക്കുക. ഈ കുരങ്ങുകൾ അതിൻ്റെ കൈ കിട്ടിയതെല്ലാം വെച്ചുകൊണ്ട് എനിക്ക് എറിയുക. ഈ ഏറ് കൊള്ളാതിരിക്കാൻ ഞാൻ ഫാസ്റ്റായിട്ട് ഓടിച്ചെന്നൊരു വെള്ളത്തിലോട്ട് അങ്ങ് ചാടി. ആ വെള്ളത്തിൽ ചാടിയ ഉടനെ ഞാൻ ഉണർന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം ഉണ്ടായത്. അത് പിന്നെ ഞാനത് ഇഗ്നോർ ചെയ്തു. കാരണം ഇത് വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നു, പല സ്വപ്നങ്ങൾ കാണും. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാം ദിവസവും ഏതാണ്ട് ഒരു 2:30 അറൗണ്ട് 2:30 AM ആ സമയം ആയപ്പോഴത്തേക്കും ഈ സെയിം ഡ്രീം തന്നെ വീണ്ടും കണ്ടു. കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു സംശയമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഒരേ ഡ്രീം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് 2 ദിവസം അടുപ്പിച്ചടുപ്പിച്ച് കാണുന്നത് എൻ്റെ ആദ്യമായിട്ടും അവസാനമായിട്ടോ അതിനുശേഷം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു സംശയം, ഇതെന്നാ കാര്യം എന്നറിയണമല്ലോ. അതിന് പ്രകാരം ഞാൻ പിറ്റേ ദിവസം ഒരു 8:30 ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ട് എന്നെ പരിചയപ്പെടാൻ വന്ന വെള്ളക്കാരൻ്റെ വീട്ടിൽ ചെന്നു. തൊട്ടപ്പുറത്തെ വീടാണ്. അവിടെ ചെന്ന് ഞാൻ ഡോർബെൽ അടിച്ചപ്പോൾ പുള്ളി ഇറങ്ങി വന്നു. അപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, "Is there anything happened in this house? Because I had some unusual things happen last night." എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനെ അയാൾ പറഞ്ഞു, "There was a guy who was living in that house. He committed suicide." എന്ന് പറഞ്ഞു. അതായത് അയാൾ തോക്ക് വെച്ച് തലയ്ക്ക് വെടിവെച്ച് മരിക്കുകയായിരുന്നു. അതിനുശേഷം ആ ബോഡി 2 ദിവസം ലിവിങ് റൂമിൽ കിടന്നു. ഇയാളും ഇയാളുടെ ഭാര്യയും ഇങ്ങനെ സാധാരണഗതിയിൽ ഇയാൾ രാവിലെ ജോലിക്ക് പോകാൻ ഗരാജ് തുറന്ന് കാർ എടുത്തുകൊണ്ട് പോകുന്ന. പക്ഷേ അങ്ങനെ 2 ദിവസമായിട്ട് ഗരാജ് തുറന്ന് വീട്ടിൽ നിന്ന് ആളിറങ്ങി പോകാതെ കണ്ടപ്പോഴത്തേക്കിനെ ഇവർ ജസ്റ്റ് ഈ ബ്ലൈൻഡിൻ്റെ ഇടയിൽ കൂടെ ലിവിങ് റൂമിലോട്ട് നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ കിടക്കുന്ന കണ്ടു. മരിച്ചെന്നുള്ളത് അവരൊക്കെ അറിയാൻ മേലായിരുന്നു. ഇവരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ചു. പോലീസ് വന്ന വീട് ഫ്രണ്ട് ഡോർ പൊളിച്ച് ബോഡി എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം ക്ലീൻ ആക്കിയെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും എനിക്കത് കഴിഞ്ഞാൽ ഈ വീട് പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് പേയ്മെൻറ്റ് അടയാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് അത് ബാങ്ക് ഓൺ ചെയ്തിട്ട് ഈ ഓപ്ഷന് വന്നതാണ്. അങ്ങനെ എനിക്കിത് കിട്ടിയത്. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭയമൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു ഭയം എനിക്ക് തോന്നിയില്ല എന്നുള്ള സത്യം. കാരണം ഒരാൾ മരിച്ചു, അത് കഴിഞ്ഞു. അപ്പം നമുക്കിപ്പം അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലൊന്നും ഒരു കട്ടിലിൽ നമുക്ക് കിടക്കാൻ പറ്റുന്നില്ല. എങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ അവിടെ നടക്കുന്നു.
അപ്പോൾ അന്നേരം ഞാൻ കൂളായിട്ട് അവിടെ പിറ്റേ ദിവസം താമസിച്ചു. പക്ഷേ എനിക്കത് അതുപോലെ ഒരു ഡ്രീം പിന്നീട് എനിക്ക് ഉണ്ടായില്ല കേട്ടോ. അതിനുശേഷം ഒരു 2-2.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും, അതായത് എനിക്കൊരു തമാശയായിട്ട് ഞാനിങ്ങനെ ചുമ്മാ തമാശയായിട്ട് ഇങ്ങനെ കാപ്പിയൊക്കെ എടുത്ത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്തും അതല്ല ഇങ്ങനെ രാവിലെ എണീക്കുന്ന ഉടനെയൊക്കെ ഞാനിങ്ങനെ കാപ്പി എടുത്ത് ലിവിംഗ് റൂമിൽ പോയിരുന്ന് ഇങ്ങനെ പുള്ളിയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ ഞാൻ പറയും, എന്നാ ചേട്ടൻ്റെ വീട് എവിടാ, ചേട്ടൻ്റെ നാടെവിടാ എന്നൊക്കെ ചോദിക്കുകയും. അത് നമ്മൾ ഒരു മൂവിക്കകത്ത് നമ്മുടെ കൊച്ചി ഹനീഫ ചോദിക്കുകയല്ല, മോൻ്റെ വീട് എവിടാ, മോൻ്റെ നാടെവിടാന്ന് എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ പുള്ളിയോട് ഇങ്ങനെ പറയുന്ന പോലെ തമാശയായിട്ട് ഇങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ലിവിംഗ് റൂമിൽ നിന്ന് കാപ്പി കുടിച്ച് വന്നപ്പോഴത്തേക്കിന് ഞാനിങ്ങനെ ചോദിച്ചു, ചേട്ടൻ്റെ നാടെവിടാ എന്ന് വെച്ചു. അപ്പോഴത്തേക്ക് കാരണം ഈ ലിവിംഗ് റൂമിലാണല്ലോ ഈ പുള്ളി മരിച്ചത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ചെവിയിൽ ഇങ്ങനെ ആരോ ഇങ്ങനെ വിസ്പർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്, കാലിഫോർണിയ എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ പിന്നെ പക്ഷേ ഞാനത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ജോലിക്ക് പോകണമായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ജോലിക്ക് ഒരുങ്ങി അങ്ങ് പോയി. ഞാൻ ആ സംഭവം തന്നെ അങ്ങ് മറന്നു. പിന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഇതിങ്ങ് കത്തി. അപ്പോൾ ഞാൻ ഓർത്തു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നു, നമുക്കന്ന് അങ്ങനെയാണോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ എന്ന് വിചാരിച്ചേ. അതിന് പ്രകാരം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഇത് കോർട്ട് ത്രൂ ആണല്ലോ ഇത് ഫോർക്ലോഷർ ഓപ്ഷൻ നടക്കുന്നത്. കാരണം ഇത് ബാങ്ക് എടുത്തിട്ട് കോർട്ടിന് കൊടുത്തിട്ട് കോർട്ടിലൂടെയാണ് ഇത് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഈ കേസ് നമ്പർ എനിക്ക് എൻ്റെ കയ്യിലുണ്ട്. ആ കേസ് നമ്പർ ഞാൻ ഈ ഒക്ലഹോമ സുപ്രീം കോർട്ട് നെറ്റ്വർക്കിൻ്റെ വെബ്സൈറ്റിൽ പോയി അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഈ കേസ് മുഴുവൻ പുള്ളി ചെയ്തു. അപ്പോൾ ഞാൻ ഇയാളുടെ അഡ്രസ്സ് നോക്കി, ഇയാളുടെ പേര് നോക്കിയപ്പോൾ ഇയാളുടെ പേര് കിടക്കുന്നത് ഫ്രാങ്ക് റീഡ് എന്നാണ്. ഫ്രാങ്ക് റീഡ് എന്നുള്ള പേര് വളരെ കോമൺ ആയിട്ടുള്ള പേരാണ് അമേരിക്കയിൽ. ഫ്രാങ്ക് സ്മിത്ത്, മക്ഡർമോട്ട്, മക്ക് കൂട്ടിയുള്ള എല്ലാ പേരുകളും അങ്ങനെ ഒരുപാട് കോമൺ നെയിമുകൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ ഈ ഫ്രാങ്ക്ലി എന്ന് അടിച്ചപ്പോൾ ഒരുപാട് ഫ്രാങ്ക്ലിമാർ വരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഫ്രാങ്ക് റീഡുമാർ വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിയെ കിട്ടാതിരുന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെയും ഈ വെബ്സൈറ്റിൽ പോയിട്ട് പുള്ളിയുടെ മിഡിൽ നെയിം നോക്കി. അതാണ് ഈ ഫ്രാങ്ക് ലീ റീഡ് എന്ന് അടിച്ചപ്പോഴത്തേക്കിന് പുള്ളിയുടെ ഒബിച്വറി ന്യൂസ് അത് ഒക്ലഹോമൻ്റെ ഓൺലൈൻ എഡിഷനിലുണ്ട്. അതുപോലെ തന്നെ പുള്ളിയുടെ ഈ ഫ്യൂണറൽ ഹോമിൻ്റെ വെബ്സൈറ്റിലും കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് പുള്ളിയുടെ ഡീറ്റെയിൽസ് നോക്കിയപ്പോഴത്തേക്കും ഞാൻ കണ്ടത് പുള്ളി ജനിച്ചത് കാലിഫോർണിയയിലെ, പുള്ളിയുടെ പേരൻസ് കാലിഫോർണിയക്കാർ, പുള്ളിയുടെ സിബ്ലിങ്സ് കാലിഫോർണിയക്കാർ. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ചുമ്മാ കേട്ടതല്ല, അത് ശരിക്കും കേട്ടത് തന്നെയാണെന്ന് എനിക്ക് തോന്നി. അതാണ് എനിക്ക് മൂന്നാമതുണ്ടായ ഒരു അബ്നോർമൽ എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞ് പിന്നീട് ഒരു മാസം കൂടെ പിന്നെയും കഴിഞ്ഞു. പിന്നെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ രാവിലെ ഒരു 5:30 ആയപ്പോഴത്തേക്കിന് എണീറ്റ് രാവിലെ 5:30 ആയപ്പോൾ ഞാൻ ഉണർന്നു. സാധാരണഗതി ഞാൻ രാവിലെ ഉണർന്നു കഴിയുമ്പോഴത്തേക്കിന് ഈ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഫോൺ എടുത്തിട്ട് ഞാനിങ്ങനെ ഫോണിൽ നമ്മൾ മെയിൽ നോക്കും. അതിനുശേഷം എനിക്ക് ഒക്ലഹോമൻ്റെ ഓൺലൈൻ എഡിഷൻ ഞാൻ നോക്കാറുണ്ട്, മനോരമ നോക്കാറുണ്ട്, മാതൃഭൂമി നോക്കാറുണ്ട്. ഈ 3 സ്ഥിരമായിട്ട് ഞാൻ നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഏതോ ന്യൂസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഈ ഫാൻ കറങ്ങുന്നുണ്ട്. ഇവിടുത്തെ ഫാനും ലൈറ്റും ഒന്നല്ല. അപ്പം അന്നേരം ഫാനും ലൈറ്റും ഒരുമിച്ചാണ്, ഫാനിൻ്റെ അടിയിൽ തന്നെയാണല്ലോ ലൈറ്റ്. പക്ഷേ ഞാൻ രാത്രിയിൽ കിടക്കാൻ നേരം ഈ ലൈറ്റ് അങ്ങ് നിർത്തിയിട്ട് ഫാൻ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അന്നേരം ഈ ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, എനിക്കാണെങ്കിൽ അന്നാ ഒന്ന് എണീറ്റ് അതേലൊന്ന് ആ കോട പിടിച്ച് വലിച്ചാൽ ആ ലൈറ്റ് കത്തിയാൻ എനിക്ക് ലൈറ്റ് ആവശ്യമുണ്ടെന്ന് ഞാനിങ്ങനെ മനസ്സിലങ്ങോട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈറ്റ് ഷടയെന്ന് അങ്ങ് കത്തി. അത് 5:30 സംഭവിക്കുന്നത്, രാവിലെ 5:30. സത്യം പറഞ്ഞാൽ എനിക്കൊരു ക്യൂരിയോസിറ്റി അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് തോന്നി, സത്യത്തിൽ ഇതെന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, ഇതാരോ വലിച്ച് കത്തിക്കുന്ന പോലെ തന്നെ അതങ്ങ് കത്തി. അത് കത്തിയിട്ട് അങ്ങനെ കത്തി തന്നെ കിടക്കുക. അപ്പം എനിക്ക് ക്യൂരിയോസിറ്റി തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ ടിപ്പിക്കൽ പിശാചുക്കളൊക്കെ വരുന്നത് 12-12:30 വരുന്നത്. അപ്പം ഞാൻ ഓർത്ത് ചേടാ ഇത് ഈ 5:30 വരുന്ന പിശാച് ഏതാണെന്ന് ഞാനിങ്ങനെ ഓർത്ത് എനിക്കൊരു തമാശ തോന്നി. അപ്പം ഞാൻ ഓർത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഏതെങ്കിലും ഒരു ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് 12:30 ആയിരിക്കും. അപ്പം ഈ ദൈവത്തിനും പിശാചിനൊന്നും സമയകാലമൊന്നുമില്ല, എല്ലാം ഒരുപോലെയല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും നാട്ടിൽ 12:30 ആയിരിക്കും, ആ നാട്ടിലെ കണക്കുകൂട്ടിയായിരിക്കും ഇവിടെ വന്നതെന്ന് ഞാനിങ്ങനെ ഓർത്തു. ഈ സംഭവങ്ങൾ, ഈ 4 സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം പിന്നീട് എനിക്കൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനോട് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം പുള്ളി എന്നോട് പറയുന്നത്, അരുൺ തലേ ദിവസം എങ്ങാനും കള്ളു കുടിച്ചിട്ടാണോ കിടന്നത്, ഇനിയിപ്പോൾ അങ്ങനെ വല്ലതാണോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ മദ്യപിച്ചിട്ട് ഏകദേശം ഒരു 4 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ആൽക്കഹോൾ കഴിച്ചിട്ടില്ല, പിന്നെ ഡ്രഗ്സ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ തൊട്ടിട്ടില്ല.
പിന്നെ അതുപോലെ തന്നെ പുക വലിച്ചിട്ടുമില്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ നാലാമതൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നമാണോ എന്നുള്ളത് അതിപ്പം നമുക്കിപ്പം എന്നെ തന്നെ അസസ് ചെയ്തിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണോ എന്നുള്ളത് വേറെ ആരെങ്കിലും നോക്കിയിട്ട് പറഞ്ഞു. ഏതായാലും എനിക്ക് 100% കറക്റ്റായിട്ട് ഇതിനകത്തൊരു കള്ളത്തരവും ഇല്ല. കാരണം എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് സംഭവിച്ച കാര്യം ഇത് പറയുന്നു കേട്ടോ. അതിന് മുമ്പോ അതിന് പിമ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഒരു 4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ വൈഫ് പിള്ളേരും വന്ന് ഈ വീട്ടിൽ തന്നെ ആ വീട്ടിൽ തന്നെ താമസിച്ചു. ആ വീട്ടിൽ ഏകദേശം 1.5 മാസത്തോളം താമസിച്ചു. പക്ഷേ ആ സമയത്തൊന്നും ഞാൻ ഇവരോട് ആരോടും ഞാൻ പറഞ്ഞില്ല ഈ കാര്യങ്ങളൊന്നും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ളവരോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് ഭയങ്കര പേടിയാവും, പിന്നെ അതിന് താമസിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ അവർക്കൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വേറൊരു വീട്ടിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വീട് വേറൊരു വെള്ളക്കാരനെ ഞാൻ വാടക കൊടുത്തു. ഒരു റയാൻ മോക്സ്ലി എന്ന് പറയുന്നൊരു വെള്ളക്കാരനാണ്. പുള്ളിയുടെ വൈഫും മോനും കൂടെ വന്ന് താമസിച്ചു. അപ്പം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ മനുഷ്യൻ എന്തെങ്കിലും വിഷയം ഉണ്ടാവുമോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം പക്ഷെ അത് 1 മാസം കഴിഞ്ഞ് പുള്ളി ഒന്നും മിണ്ടുന്നില്ല. ഒരു 1.5 മാസം ആയപ്പോഴത്തേക്കിനും പുള്ളി എനിക്കൊരു വലിയൊരു മെസ്സേജ് എനിക്ക് കിട്ടും, ഒരു ടെക്സ്റ്റ് മെസ്സേജ്. പുള്ളി പറഞ്ഞത്, അടുത്തുള്ള നെയ്ബർ എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു ഗായ് സൂയിസൈഡ് ചെയ്തതാണ്, ഈ ലിവിങ് റൂമിലാണ് സൂയിസൈഡ് ചെയ്തത്. എൻ്റെ മോൻ അവിടെ ആ ലിവിങ് റൂമിൽ ആ കാർപ്പറ്റിൽ ഇരുന്ന് കളിക്കുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അത് കാണുമ്പോൾ വളരെ ഡിസ്കംഫർട്ടാണ്. അതുകൊണ്ട് ആ കാർപ്പറ്റെങ്കിലും എനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ അയാളിങ്ങനെ വലിയൊരു ടെക്സ്റ്റ് മെസ്സേജ് അയാൾ എനിക്ക് അയച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യേ, ഞാൻ അതിൻ്റെ മെറ്റീരിയൽസ് വേണമെങ്കിൽ കാർപ്പറ്റ് മാറ്റിയിട്ട് നമുക്ക് വൈനൽ ഫ്ലോറിങ് ഇടാം. വൈനൽ ഫ്ലോറിങ് ഇടുമ്പം ഒരു കാര്യം ചെയ്യുക, ബ്രയൻ തന്നെ വേണമെങ്കിൽ അത് ഇട്ടോ, നമുക്ക് സ്റ്റോറിൽ പോയി അത് മേടിക്കാമെന്ന് പറയും. അത് പ്രകാരം ഞാനും റയനും കൂടെ പോയി, ഞങ്ങൾ 2 പേരും കൂടെ പോയി സ്റ്റോറിൽ പോയി വൈനൽ ഫ്ലോറിങ് മേടിച്ച് അത് ഇൻസ്റ്റാൾ ചെയ്തു. അതിൻ്റെ ഫോട്ടോയും ഞാൻ ഇതിനോടൊപ്പം ഇടുക. അത് കഴിഞ്ഞ് ഇപ്പോഴും ഏകദേശം വളരെ കുറേ നാളുകളായിട്ട് റയൻ ഫാമിലിയായിട്ട് അവിടെ ഇപ്പോഴും താമസിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതിലൊന്നും വിശ്വാസമില്ലാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിത് അഫക്റ്റ് ചെയ്യുന്നില്ല. എനിക്കിതിനെപ്പറ്റി ഒരു കൃത്യമായൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇതിനെപ്പറ്റി ഒരു വീക്ഷണം എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നീടൊരു വീഡിയോയിൽ പറയാം. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കോമൺ കാര്യമായിട്ട് തോന്നുള്ളൂ. എനിക്കത് ഒരു തരത്തിൽ അഫക്റ്റ് ചെയ്തില്ല. എനിക്ക് ആദ്യം അവസാനമായിട്ടുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് കരുതി. ഓക്കെ, എന്നാൽ താങ്ക് യു.